മാസ്കിനെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി വീട്ടിൽ മാസ്ക് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കളയാൻ നിൽക്കണ്ട, ഇങ്ങോട്ട് എടുത്തോ. നമുക്കൊരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാലോ. ആദ്യം തന്നെ മാസ്കിന്റെ വള്ളിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് രണ്ട് ഭാഗത്തുള്ള സ്റ്റിച്ചൊക്കെ പൊട്ടിച്ചെടുത്തതാ ഇതുപോലൊന്നും ആക്കിയെടുക്കണം. ഇനി ആ മാസ്കിനെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ എന്നും ചെയ്യുന്ന പോലെ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. അപ്പൊ ദാ ഇതുപോലെ കിട്ടും നമുക്ക്. നമ്മൾ മാറ്റി വെച്ച ആ രണ്ടാമത്തെ പീസ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ടേ. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു വുഡൻ സ്റ്റിക്ക് ആണേ. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ഇറുക്കിലെടുത്താലും മതി. എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്ത മാസ്ക് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ആദ്യത്തെ ഒരു പീസ് ചുറ്റിക്കൊടുത്ത് തീരാറാവുമ്പോൾ അതിന്റെ ബാക്കിലായിട്ട് മറ്റത് കൂടി ഒന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ കിട്ടും. പൂവ് മാത്രം പോരല്ലോ, ഇലയും വേണമല്ലോ. ഗ്രീൻ പേപ്പർ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് കേട്ടോ. അത്ര വലിയ പെർഫെക്ഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ല. മാത്രമല്ല ഇത് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നായിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഇതിങ്ങനെ വൈറ്റ് തണ്ടായിട്ടിരുന്നാ പോരല്ലോ, കുറച്ച് ഗ്രീൻ കളർ കൂടി ഇരിക്കട്ടെ. അപ്പം നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറെ എണ്ണം ചെയ്തെടുത്ത് ഒരു വേസിൽ വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ഒന്നും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.